പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വെടിവയ്പുണ്ടായി. 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വിവരം. പിന്നാലെ ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തി. 3 അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ മിസൈലുകളും അതുപോലെ ഡ്രോണുകളും അതുമാത്രമല്ല അവർ ചില ചെറിയ ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇത് US സൈന്യം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തെ വിജയകരമായി തടഞ്ഞുവെന്ന് അമേരിക്കൻ സേന അവകാശപ്പെടുന്നു. അതുമാത്രമല്ല, ഇതിന്റെ ഉത്തരവാദികളായ ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങളിൽ അവർ തിരിച്ചാക്രമണം നടത്തുകയും ചെയ്തു. ഇതിന്റെ പിന്നാലെ പ്രതികരണമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അതുമാത്രമല്ല, ഇത്തരം ആക്രമണങ്ങൾ ഒരു കരാറിൽ എത്തുന്നതിന് തടസ്സം നിൽക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകളും ട്രംപ് നൽകുന്നുണ്ട്. അതേസമയം US സൈന്യം പറയുന്നത് സ്വയം പ്രതിരോധം അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ് സ്ട്രൈക്സ് ആണ് അമേരിക്ക നടത്തിയത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ അതുപോലെ അവരുടെ കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു ഈ ആക്രമണമെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് അതുപോലെ കേഷ് എന്നീ തുറമുഖ നഗരങ്ങൾക്ക് സമീപമുള്ള ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്ന് പെന്റഗണും പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എസ്കൻ, ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചുവെന്നും അതുപോലെ 2 യുദ്ധക്കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിച്ചതായിട്ടും അതുപോലെ ഈ ജനവാസ പ്രദേശങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതായിട്ടും ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ദ്വീപിലുണ്ടായ സ്ഫോടനങ്ങൾ ഈ ഡ്രോണുകൾ അവരുടെ എയർ ഡിഫൻസ് തടഞ്ഞത് മൂലമുണ്ടായതാണ്, അല്ലാതെ അമേരിക്ക ആക്രമിച്ചത് കൊണ്ടല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അബ്ബാസ് അരാക്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് കടലിടുക്ക് ഒരു കാരണവശാലും തുറന്നു കൊടുക്കില്ലെന്നാണ്. എസ്കൻ, അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു പുതിയ സമാധാന ഉടമ്പടിക്കായുള്ള നീക്കങ്ങൾ വളരെ സജീവമായി തുടരുകയാണ്. 1 പേജ് മാത്രം ദൈർഘ്യമുള്ള, അതായത് 1 പേജ് ഫ്രെയിം വർക്ക് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചർച്ചകൾ അടുത്ത ആഴ്ച പാകിസ്ഥാനിൽ ആരംഭിച്ചേക്കും. ഏകദേശം 14 പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മെമ്മോറാണ്ടമാണ് US മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒപ്പിട്ടാൽ സ്ഥിരമായ ഒരു സമാധാനത്തിന് വിശദമായ ചർച്ചകൾക്ക് 30 ദിവസത്തെ സമയം 2 രാജ്യങ്ങൾക്കും ലഭിക്കും. SKN. താങ്ക് യു മധു കൊട്ടാരക്കര.